ഇന്നലെ രാത്രി ഞാൻ നമുക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു. ഇന്ന് പരിപാടിയുള്ള കാര്യം നേരത്തെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് രാത്രി തോരണങ്ങളും കാര്യങ്ങളും എല്ലാം കെട്ടണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. അൻസറിനെ 8:30 വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് വാടാ കോളേജിലോട്ട് വാ, നമുക്ക് നാളെ പരിപാടിയല്ലേ, നാളെ കോളേജിൽ തോരണങ്ങളും കൊടികളെല്ലാം കെട്ടണ്ടേ. ഞാനങ്ങനെ പെട്ടെന്ന് അൻസറിനെ കാണാനായിട്ട് കോളേജിന്റെ ഓട്ടോയിൽ വർക്ക്ഷോപ്പിന്റെ അടുത്ത് ചെന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു 10-20 വണ്ടി പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനും ആദിത്യനും കെമിക്കലിലൊരു വിദ്യാർത്ഥി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഓടി ഇവിടെ വന്നു. പോസ്റ്റിൽ നിന്ന് ആദ്യമേ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികളും ആൾക്കാരും എല്ലായിട്ടും നിറഞ്ഞിരിക്കുക. ഞാൻ നിന്നിട്ട് ആദ്യമേ അതിലെ റൂമിലെ കൂടുതൽ ആൾക്കാരുള്ള അതിലെ റൂമിലോട്ട് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞ് എടാ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിന്റെ റൂമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ റൂമല്ല സാറേ, എന്റെ റൂം മേളിലാണ്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള, നാളെ കോളേജിൽ പരിപാടിയൊക്കെ ഉള്ള യൂണിയനാണ് ഞങ്ങൾക്ക് എന്താ വേണം, ഈ യൂണിയനാണ് പോലീസുകാരാണ് വലുത്. അങ്ങനെയൊക്കെ കുറെ എന്റെ അടുത്ത് പോലീസുകാർ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാ ഇത് പോലീസുകാർ എന്നെ വിളിച്ചിട്ട് മേലോട്ട് എന്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്റെ റൂമിലും ആൾക്കാർ കണ്ടിട്ട് ഇത് നിന്റെ റൂമാണോ, നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കബോർഡിലൊന്നുമില്ല, എന്റെ ഷർട്ടിലൊന്നുമില്ല, എന്റെ പാന്റിലൊന്നുമില്ല, ഞാനിവിടെ കയറി വന്നു എന്റെ ദേഹം പരിശോധിച്ചു, എന്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. എന്റെ ഈ കോളേജിൽ ഞാൻ 3 വർഷം കോളേജിൽ പഠിക്കുന്നത്. ഈ 3 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാർമാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഞാൻ നടന്നത്. ഈ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പഠനത്തിൽ പുറകോട്ട് നിന്നുണ്ടായാലും ആ കുറവുകളൊക്കെ കുറെ സപ്ലികളുണ്ട്. ഞാൻ ഈ 3ാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാന്ന് വിചാരിച്ചാൽ ഈ 3ാമത്തെ വർഷമാണ് ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങി, സപ്ലികളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന് എന്റെ തലയിലിട്ട് തരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. ആദ്യത്തിന്റെ റൂമിൽ ഞാൻ വന്ന് നോക്കപ്പോ എല്ലാം താഴെയും മറ്റേ അടുത്തുള്ള ചെതറി കിടക്കുക, താഴെയും ടേബിളിലെല്ലാം ചെതറി കിടന്നിട്ട് കുറെ കുപ്പികൾ എടുത്ത് ടേബിളിന് മേടിച്ചിട്ടുണ്ട്. അഭിരാജിന്റെ മുറി എന്നാണോ മുകളിലത്തെ മുറി എന്ന് പറയുന്നത്? അഭിരാജിന്റെ മുറിയാണോ ഇത് പിടിച്ചെടുത്തത്? എന്റെ റൂം അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്നപ്പോ അല്ല അവരുടെ കയ്യിലുണ്ട് സാധനം. എന്നെ ആദ്യമേ കൊണ്ടുപോയി എന്റെ റൂമിലോട്ടല്ല, പക്ഷെ എന്നെ ആദ്യമേ കൊണ്ടുപോയത് ആകാശിന്റെ റൂമിലോട്ട്. ആകാശിന്റെ റൂമിൽ കുറെ താഴെ കുറെ കടപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള ഞാൻ നാളെ പരിപാടിയുണ്ട് സാറേ, നാളെ പരിപാടിയുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സാറ് നീ യൂണിയനുള്ളതാണോ, നീ അങ്ങനെ തന്നെ പോകണ്ട, നീ ഇത് വലിയ ആ കൊമ്പത്താളാണോ, നീ മേലോട്ട് വരാൻ പറഞ്ഞിട്ട് മേലോട്ട് കൊണ്ടുപോയി. ആ പരിചയമില്ലാത്തൊരു കോള് അത് ആരാണ്? ആ അങ്ങനെ വന്നു പോകുന്നുണ്ട്, കുറെ പേര് വന്നു പോകുന്നുണ്ട്. നമ്മളല്ല പരാതി കോളേജിൽ തന്നെ ഉണ്ട് നമ്മുടെ. ഇല്ല നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് സാറന്മാര് കണ്ടിട്ടുള്ളവർ പറയുന്നുണ്ട്, വന്നിരുന്നെന്ന് പറയുന്നുണ്ട്, ആർട്ടി പറയുന്നുണ്ട്. ആകാശ് KCയുടെ ഭാരവാഹിയാണോ ഇപ്പൊ പിടിച്ച ആള്? ആകാശ് എന്റെ കൂട്ട് തന്നെ കോളേജിൽ നല്ലപോലെ നടക്കുന്ന ഒരു വ്യക്തിയാ. ആകാശിനും യാതൊരു പ്രശ്നമില്ലാത്ത. അപ്പൊ ഇന്നലെ ഞാനും ആകാശും ഒരു റൂമിലല്ല, ഞാനും ആദ്യത്തിന് ഒരു റൂമില്. ആ റൂമിൽ ഞങ്ങൾ 2 പേര്. ഞങ്ങള് പ്രശ്നം നടക്കുന്നത് ഞങ്ങൾ 2 പേര് റൂമിലില്ല. റൂം നമ്മളങ്ങനെ പൂട്ടാറില്ല. ആകാശം ഉണ്ടായിരുന്നു റൂമിൽ ഇത് പിടിച്ചെടുക്കുന്ന സമയത്ത്? ഇല്ല, ആകാശം ഡൗട്ട് ഉള്ളത് അഭിരാജിനായിട്ട് ആദ്യം പോലീസ് പോയത് ആകാശിന്റെ മുറിയിലേക്കായിരുന്നു. ആദ്യമേ എന്നെ കണ്ടിട്ട് ഇവിടുന്ന് സാറ് വന്ന് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചപ്പോ എന്നെ. അപ്പൊ ആകാശിന്റെ മുറിയിൽ പോയപ്പോ ആകാശിന്റെ മുറിയിൽ ഈ മരുന്ന് കഞ്ചാവ് ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ആകാശും അവിടെ ഉണ്ടായിരുന്നു. ആകാശ് അവിടെ ഇല്ലായിരുന്നു, ആകാശ് പിന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അഭിരാജിനെ കൊണ്ട് മുകളിൽ അഭിരാജിന്റെ മുറിയിലേക്കാണ് പോയത്. പിന്നെ എന്റെ റൂമിൽ അഭിരാജ് മുറി പോകുമ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അല്ല, ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SFIക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിന്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയും നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും SFI ആണയിട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ്.
3 കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു. നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് മഹസറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പോലും ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ്. ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള SFI, ഈ ഏരിയക്കകത്തുള്ള SFI അടക്കം നിന്നിട്ടുണ്ട്. ഒരു സംശയം ചോദിക്കാനുള്ള, ഇപ്പൊ അഭിരാജായിട്ട് ആ മുറിയിൽ പോയപ്പോൾ അവിടെ പോലീസുകാർ ഇതുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കരുതുന്ന ഇത് മുറിയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല, ആരെങ്കിലും പ്ലാൻ ചെയ്തോ പ്ലേസ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. സെക്യൂരിറ്റി ഒരു പാടമുണ്ട്. എന്റെ റൂമാണ് മനസ്സിലായി. കാരണം ഒരു പാർട്ടി പോലെയാണ് ഞാൻ റൂം നോക്കുന്നത്. SFI ഒരു പാടമുണ്ട്. ഞാൻ SFI എന്ന് പറഞ്ഞോണ്ട് തൊട്ട് പുള്ളിക്ക് എന്റെ അടുത്തൊരു ദേഷ്യവും, നീ എന്നെ എന്തോ ചെയ്യും, നീ വലിയ യൂണിയൻ മെമ്പറാണോ, നീ വലിയ യൂണിറ്റ്, അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എന്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ് സംസാരിച്ചത്. ഞാൻ നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട് തന്നെ പറഞ്ഞു. നിന്നെ കണ്ടാ പറയലോ നീ ലഹരി ഉപയോഗിക്കുന്നു, അങ്ങനെ തന്നെ പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പിടിയിലായിട്ടുള്ള 3 പേരും അല്ല അതിന് ബാക്കിയുള്ള ഈ ഓടിപ്പോയവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ? ഈ നിലക്ക് പോലീസ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ടതിന്റെ ഭാഗമായിട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാർ വന്നിരുന്നു, അല്ലാതെ കാക്കിയിട്ടുകൊണ്ട് പോലീസുകാർ വന്നിരുന്നു. പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും, ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ പിടിക്കുന്നതിനു വേണ്ടി, അവരെവിടെയാണെന്ന് അന്വേഷിക്കുന്നതിനു വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പുറകിലുള്ളത്. അഭിരാജ് അടക്കമുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണ്. അഭിരാജിനോട് പോലീസ് മുറിയിൽ എത്തിയപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്തു എന്ന് വല്ലതും പറഞ്ഞു? അതായത് ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കടന്നെയാന്നാ പറഞ്ഞത്. മറ്റു വേറെ സാറുണ്ടായിരുന്നു. ആ സാറിന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ബാഗിൽ നിന്നും ഉടുപ്പിന്ന് ഷർട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, അവിടെ കടന്നെയാന്നാ പറഞ്ഞത്. എല്ലാ റൂമും പരിശോധിച്ചു. അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ 3 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ആകാശ്, അഭിരാജ്, പിന്നെ ആദിത്യൻ. ഇവര് 3 പേരുമല്ല. അപ്പൊ ആകാശ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരാളല്ല എന്ന് അഭിരാജ് പറയുന്നു, അഭിരാജ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ പിടിയിലായിട്ടുള്ള 3 പേരുമല്ല ഇത് ഇവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? അല്ല, ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിനകത്ത് ഈ 2 കിലോ പിടിച്ച കേസിനകത്ത് ആ കേസിനകത്താണ് ആകാശ് പ്രതി. ആകാശ് അതിൽ 1ാം പ്രതിയാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് പോലീസിന് കൃത്യമായിട്ട് ആകാശ് മൊഴി കൊടുത്തിട്ടുണ്ട്. ആദിലും അനന്തും എന്ന് പറയുന്ന KSU പ്രവർത്തകരായിട്ടുള്ളവർ, KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഈ സാധനം ക്യാമ്പസിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ക്യാമ്പസിനകത്തും പുറത്തുമായിട്ട് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ 2 കിലോ ഒരുമിച്ച് വാങ്ങി വെക്കേണ്ട മറ്റൊരാവശ്യമില്ല. അങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. പോലീസ് അവരെവിടെയെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായി ആകാശിന്റെയും ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയപ്പെടുന്നത് 9.7 ഗ്രാം കഞ്ചാവാണ്. അതിന്റെ ഭാഗമായി ഇവരെ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നു, അഭിരാജ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്ത് ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിരാജ് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോയിട്ടില്ലാത്തൊരു വിദ്യാർത്ഥിയാണ്. അത്തരം പ്രവണതകളെ ചെറുത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് അതിന്റെ മഹസറിൽ പോലും ഒപ്പുവെച്ചിട്ടുള്ളത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ്. ഈ ക്യാമ്പസിലെന്നല്ല, കളമശ്ശേരിയിലെന്നല്ല, ഏത് നാടിനകത്തുള്ള ഏത് ക്യാമ്പസിനകത്തും ഏത് വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി മാഫിയയുടെ വളർച്ചയെ, അതിന്റെ വ്യാപൃതിയെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ SFI ചെറുക്കും. അത് ഇതിനെ നേരത്തെ ഈ കോളേജിൽ തന്നെ ഇത്തരത്തിൽ ചെറിയ അളവിൽ ലഹരി കണ്ടെടുത്തിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൽ നിന്ന് മാത്രമല്ല പല ക്യാമ്പസുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും അതുപോലും കിട്ടുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് പോലും പറയട്ടെ ഞങ്ങൾക്ക് പോലും പലയിടങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പൊതുമധ്യത്തിൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടുന്ന സാഹചര്യത്തിന് ഞങ്ങൾ പോലും കൃത്യമായിട്ട് വിദ്യാർത്ഥികളോട് കണ്ട് സംസാരിക്കുകയും അത് ചെയ്യരുതെന്ന് പറയുകയും പലപ്പോഴും പോലീസിന് പോലും ഞങ്ങൾ പോലും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസിൽ നിന്നല്ല എവിടെ നിന്ന് പിടിച്ചാലും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമം. നിങ്ങളുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന ഒരു കേസാണ് അത്. ഇത്തരത്തിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന ഓടിപ്പോയ വിദ്യാർത്ഥികളാണ് അതിന് നേരെ പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ കാരണക്കാരായിട്ടുള്ള ആൾ ആരാണെന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്? ഇത്തരം ഒരു ഇൻവോൾവ്മെന്റ് ഈ ക്യാമ്പസിലുണ്ട്. ഇതിന്റെ അകത്ത് ഈ ക്യാമ്പസിനകത്തും പൊതുവിലും
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെ ക്യാമ്പസിനകത്ത് നടക്കുന്ന ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ KSU മദ്യവും മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായി ഇവരോട് KSU പ്രവർത്തകരോട് ചെയ്യരുതെന്ന് പറയും, പലപ്പോഴും പോലീസിന് വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നത് SFIയുടെ ഭാഗമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിയമം കയ്യിലെടുത്ത് ഇത് തടഞ്ഞു നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും SFI തന്നെയായിരിക്കും പഴിയേക്കുന്നത്. നമ്മൾ എല്ലാ രീതിയിലും വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും ഒരു ചോദ്യം, ഇന്നലെ ഈ പറഞ്ഞ പോലെ റൂമിലേക്ക് ഇത് അഭിരാജ് വന്ന സമയത്ത് പോലീസ് അഭിരാജിനെ മുറി കൊണ്ടുപോയ സമയത്താണ് ഇത് മുറിയിൽ നിലത്ത് കിടക്കുന്നു എന്ന രീതിയിലാണ് പോലീസ് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇതുപോലെ നിലത്ത് കൊണ്ട് ഇട്ടതാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണോ? നിങ്ങളുമായി ബന്ധപ്പെട്ട ഡ്രസ്സോ ബാഗോ അങ്ങനെ എവിടെ നിന്നും കിട്ടിയത്? ഇല്ല, എന്റെ ബാഗിൽ നിന്ന് എന്റെ ഡ്രസ്സിൽ നിന്ന് ഡ്രസ്സ് മൊത്തം വലിച്ചു വാരി താഴെട്ടേക്കോ. എന്റെ റൂം ഉള്ള അലങ്കോല. ഞാൻ എല്ലാം മടക്കി ഒതുക്കി വെക്കുന്ന കബോർഡിൽ എല്ലാം മടക്കി ഒതുക്കി വെച്ച അതെല്ലാം താഴെയും മറ്റിടത്തെല്ലാം വിരിച്ചിട്ടിട്ട് കട്ടിലേലും മൊത്തം സാധനങ്ങൾ എന്നിട്ട് താഴേന്നുള്ള സാധനങ്ങൾ മേളിലോട്ട് കൊണ്ടുവന്നു. താഴേന്ന് അവന്റെ റൂമിൽ നിന്ന് കണ്ടെടുത്ത കുറെ സാധനങ്ങൾ മേളിലോട്ട് കൊണ്ടുവന്നു. മേലോട്ട് കഞ്ചാവാണോ മേലോട്ട് അത്? അപ്പൊ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു ഒരു തോന്നലുണ്ട്? അങ്ങനെ തോന്നുന്നുണ്ട് പരാതികൾ നൽകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രിക്ക് അടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ അതിന്റെ അകത്ത് മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, അഭിരാജ് ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും അഭിരാജോ ഈ ക്യാമ്പസിനകത്തുള്ള നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് SFIക്കാരനും ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഏത് മെഡിക്കൽ ടെസ്റ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. അത്രയാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ, ഇവിടെ 2 വാർഡന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. 2 വാർഡന്മാരും അതായത് പുറത്തെ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് കയറുന്നുണ്ടെന്ന് പ്രിൻസിപ്പാൾ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 വാർഡന്മാരുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ മിനിമം പ്രായപൂർത്തിയാകാത്ത പിള്ളേർ വരെയുള്ള ക്യാമ്പസ് ആണല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ 2 വാർഡന്മാർ ഈ ഹോസ്റ്റലിൽ ചെയ്യുന്നത്? വാർഡന്മാർ ഇവിടുത്തെ നമുക്ക് മെസ്സിന്റെ കണക്കും കാര്യങ്ങളും നോക്കും. പിന്നെ നമ്മൾ രാത്രി 10 മണിയാകുമ്പോൾ ഗ്രില്ലടയ്ക്കുക, രാവിലെ തുറക്കുക. അത് വാർഡന്മാരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വാർഡന്മാരോടും പ്രിൻസിപ്പളിനോടും അല്ല ചോദിക്കേണ്ടത്.